JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിൽ തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. നമ്മൾ 2024 ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ 24/7/2024 നടന്ന പരീക്ഷയുടെ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തിരുന്നു. രണ്ടാമത്തെ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിനിപ്പുറം ഈ തസ്തികയിലേക്ക് അപേക്ഷ നടത്തിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. 4 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെ. അതിൻ്റെ അകത്ത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പോൾ അതിൻ്റെ അകത്ത് ശരിയല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4 പ്രസ്താവനകളുണ്ട് അല്ലെ. ഒന്നാമത്തെ പ്രസ്താവന ഏതാണ്? റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ. 2 ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. 3 കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. 4 താരതമ്യേന വീതി കൂടുതൽ. അപ്പോൾ ഇന്ത്യൻ പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ട 4 പ്രസ്താവനകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി 3 and 4, ഓപ്ഷൻ സി 2 and 4, ഓപ്ഷൻ ഡി 1, 3 and 4. ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ? ഏതൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടുപിടിച്ചോ? നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ശരിയല്ലാത്തതെന്ന്. രണ്ടാമത്തേതും 4ാമത്തേതുമാണ് ശരിയല്ലാത്ത പ്രസ്താവന. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, താരതമ്യേന വീതി കൂടുതൽ. ഈ 2 പ്രസ്താവനകളാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യൻ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. 4 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ഇതിൻ്റെ അകത്ത് താഴെ 4 കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഈ 4 ശരിയായത് ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് അറബിക്കടലിലാണ് ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നത്. 2 ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. 3 പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപസമൂഹത്തിന്റെ തലസ്ഥാനം. 4 36 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് നിക്കോബാർ. അപ്പോൾ ഈ 4 പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. അതിൻ്റെ അകത്ത് ശരിയായത് ഏതൊക്കെയാണ് കണ്ടുപിടിച്ചോ? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 2 and 3, ഓപ്ഷൻ സി 2, 3 and 4, ഓപ്ഷൻ ഡി 1 and 4. ഏതൊക്കെയാണ് ശരിയായത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടുപിടിച്ചോ? നമുക്ക് നോക്കാം ഏതൊക്കെയാ ശരിയായതെന്ന്. രണ്ടാമത്തേതും 3ാമത്തേതുമാണ് ശരിയായത്. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. 3ാമത്തേതാണ്? പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപസമൂഹത്തിന്റെ തലസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ നൽകിയിട്ടുള്ളവയില് ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. 4 തുറമുഖങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിൻ്റെ അകത്ത് കിഴക്ക് തീരത്ത്, ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 1 കണ്ടല, 2 നെവാഷേമ, 3 പാരദീപ്, 4 ഹാൽഡിയ. ഏതാണ് ഇതിൻ്റെ അകത്ത് ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1 and 3, ഓപ്ഷൻ ബി 2 and 3, ഓപ്ഷൻ സി 1 and 2, ഓപ്ഷൻ ഡി 3 and 4. ഏതാണ് ഇന്ത്യയുടെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ? ഏതൊക്കെയാണ് കണ്ടുപിടിച്ചോ? നമുക്ക് നോക്കാം ഏതാണ് ശരി ഉത്തരമെന്ന്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 3ഉം 4ഉം അല്ലെ. 3ാമത്തേതാണ് പാരദീപ്, 4 ഹാൽഡിയ. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? ഓപ്ഷൻ എ കൃഷ്ണ, ഓപ്ഷൻ ബി മഹാനദി, ഓപ്ഷൻ സി ഗോദാവരി, ഓപ്ഷൻ ഡി താപ്തി. ഏത് നദിയുടെ, ഈ പറഞ്ഞ 4 നദികളിൽ ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണ് അല്ലെ. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക. ഏതാണ് അതിന്റെ ശരി ഉത്തരം? കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. അപ്പോൾ അത് ഓർത്തിരിക്കണം, മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങള്
ജില്ലകള് എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയല്ലാത്തത് കണ്ടെത്തുക. 4 എണ്ണം തന്നിട്ടുണ്ട് അല്ലെ. കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ജില്ലകളുമാണ് താഴെ തന്നിട്ടുള്ള പട്ടികയിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ അത് ശരിയല്ലാത്തത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ എ വാഴച്ചാൽ തൃശ്ശൂര്, ഓപ്ഷൻ ബി ചീയപ്പാറ പത്തനംതിട്ട, ഓപ്ഷൻ സി പാലരുവി കൊല്ലം, ഓപ്ഷൻ ഡി തുഷാരഗിരി കോഴിക്കോട്. ഏതാണ് ശരിയല്ലാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഏതാണത്? ചീയപ്പാറ പത്തനംതിട്ടയാണ് തെറ്റായിട്ടുള്ളത്, ശരിയല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളില് ശരിയായത് കണ്ടെത്തുക. 3 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെ. അതിൻ്റെ അകത്ത് കേരളത്തിലെ നദികളെ സംബന്ധിച്ച 3 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറ്. 2, വേമ്പനാട് കായലിൽ പതിക്കുന്ന പമ്പാ നദിയുടെ പോഷക നദികളാണ് കക്കി, കല്ലാർ. 3, പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1 ആൻഡ് 2, ഓപ്ഷൻ ബി 1 ആൻഡ് 3, ഓപ്ഷൻ സി 2 ആൻഡ് 3, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഇതിന്റെ അകത്ത് കേരളത്തിലെ നദികളെ സംബന്ധിച്ച 3 പ്രസ്താവനകളാണ് നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് ശരിയായത് ഏതൊക്കെയാണ്? നിങ്ങൾ കണ്ടുപിടിച്ചോ? ഏതൊക്കെയാണ് അതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ളത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, പെട്ടെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് വളരെ കുറച്ച് സമയമാണ് പരീക്ഷയ്ക്ക് കിട്ടുന്നത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? എല്ലാം ശരിയാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാറ്. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പമ്പാ നദിയുടെ പോഷക നദികളാണ് കക്കി, കല്ലാറ്. പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. അപ്പോൾ എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 4 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അത് എന്നെ സംബന്ധിച്ചതാണ്? കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച 4 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പോൾ അതിൻ്റെ അകത്ത് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പ്രസ്താവന ഏതൊക്കെ നോക്കാം ഒന്നുകൂടെ. 1, ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. 2, ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. 3, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇരവികുളം. 4, വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. അപ്പോൾ ഈ കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച 4 പ്രസ്താവനകൾ നമ്മൾ കണ്ടല്ലേ. ഇതിന്റെ അകത്ത് ശരിയായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2 ആൻഡ് 3, ഓപ്ഷൻ ബി 1, 2 ആൻഡ് 4, ഓപ്ഷൻ സി 1, 3 ആൻഡ് 4, ഓപ്ഷൻ ഡി 2, 3 ആൻഡ് 4. അപ്പോൾ ഏതൊക്കെയാണ് ഇതിന്റെ അകത്ത് ശരിയായ പ്രസ്താവനകൾ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ടുപിടിച്ചോ? നമുക്ക് നോക്കാം ഏതാണ് ശരിയായതെന്ന്. ഏതൊക്കെയാണ്? ഒന്നാമത്തേതും രണ്ടാമത്തേതും നാലാമത്തേതുമാണ് ശരിയായത്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. 2 ഏതാണ്? ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. 4മത്തേതാണ്? വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 4 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെ. അതിൻ്റെ അകത്ത് ഇത് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളാണ് അല്ലെ. അപ്പോൾ അതിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം നമുക്ക്. 1, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡ. 2, മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി. 3, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറ്. 4, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി 680 മെഗാവാട്ട്. അപ്പോൾ ഇതിന്റെ അകത്ത് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1 ആൻഡ് 2, ഓപ്ഷൻ ബി 2 ആൻഡ് 4, ഓപ്ഷൻ സി 3 ആൻഡ് 4, ഓപ്ഷൻ ഡി 1 ആൻഡ് 3. ഇതിന്റെ അകത്ത് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ഒന്ന് കണ്ടുപിടിച്ച് ഒന്ന് ആലോചിച്ച് ഏതൊക്കെയാണ്? രണ്ടാമത്തേതും നാലാമത്തേതുമാണ് തെറ്റായത് അല്ലെ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി, അത് തെറ്റാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി അതല്ല, നാലാമത്തെ അത് ശരിയാണ്. നാലാമത്തെ ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി 680 മെഗാവാട്ട്, അതും തെറ്റാണ് അല്ലെ. അപ്പോൾ രണ്ടാമത്തേതും നാലാമത്തേതുമാണ് തെറ്റായത്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. 4 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലെ. അത് എന്തിനെ സംബന്ധിച്ചാണ്?
കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളാണ് അല്ലെ. അതിൻ്റെ അകത്ത് ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. ഒന്ന്, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം. 2, ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം. 3, മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. 4, മലനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. ഇപ്പോൾ ഈ 4 പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 1ഉം 2ഉം, അല്ല 1 ആൻഡ് 3, ഓപ്ഷൻ ഡി 2 ആൻഡ് 4. ഏതൊക്കെയാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതൊക്കെയാണ്? ഒന്നാമത്തെ മാത്രമാണ് ശരിയല്ലാത്തത്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? താഴെ പറയുന്ന 4 അത്ലറ്റുകളുടെ പേരുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെ. അതിൻ്റെ അകത്ത് കേരളത്തിലെ അത്ലറ്റുകൾ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ്? 4 പേരുടെ പേരുകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അത് കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാമാണ്? 1, KT ഇർഫാൻ, 2, സിനി ജോസ്, 3, ജിമ്മി ജോർജ്, 4, അഞ്ജു ബേബി ജോർജ്. അപ്പോൾ കേരള അത്ലറ്റുകളെ കുറിച്ച് അറിയാവുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും ആരൊക്കെയാണ് അല്ലാത്തത്, ആരൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന്. അപ്പോൾ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2 ആൻഡ് 3, ഓപ്ഷൻ ബി 2, 3 ആൻഡ് 4, ഓപ്ഷൻ സി 1, 2 ആൻഡ് 4, ഓപ്ഷൻ ഡി 1, 3 ആൻഡ് 4. ആരാണ് ഇതിൻ്റെ അകത്ത് കേരളത്തിലെ അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാമാണ്? നിങ്ങൾ കണ്ടുപിടിച്ചോ? എളുപ്പത്തിൽ കണ്ടുപിടിക്കുക. ആരൊക്കെയാണ്? ഒന്നാമത്തേതാണ് KT ഇർഫാൻ, 2 ഏതാണ്? സിനി ജോസ്, 4 അഞ്ജു ബോബി ജോർജ്. അപ്പോൾ 1ഉം 2ഉം 4ഉമാണ് കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ 4 മത്സ്യബന്ധന മേഖലയുമായിട്ട് 4 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1, മത്സ്യബെഡ് ആരംഭിച്ച വർഷം 1984. 2, മത്സ്യബെഡിന്റെ ആസ്ഥാനം കൊച്ചി. 3, കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തി. 4, മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. ഇതിൻ്റെ അകത്ത് ഈ കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 1 ആൻഡ് 4, ഓപ്ഷൻ ബി 1 ആൻഡ് 2, ഓപ്ഷൻ സി 3 ആൻഡ് 4, ഓപ്ഷൻ ഡി 2 ആൻഡ് 3. ഇതിൻ്റെ അകത്ത് കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കണ്ടുപിടിച്ചോ നിങ്ങൾ? ഏതാണ്? രണ്ടാമത്തേതും മൂന്നാമത്തേതുമാണ് അല്ലെ. മത്സ്യബെഡിന്റെ ആസ്ഥാനം കൊച്ചി. 3, കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തി. അപ്പോൾ 2ഉം 3ഉമാണ് ഇതിൻ്റെ അകത്ത് മത്സ്യബന്ധന മേഖലയുമായിട്ട് യോജിക്കാത്ത പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത്? ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി ഇടുക്കി, ഓപ്ഷൻ ഡി പറമ്പിക്കുളം. ഏതാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം? പെരിയാർ ആണല്ലേ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏത്? ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി ആലപ്പുഴ, ഓപ്ഷൻ സി പത്തനംതിട്ട, ഓപ്ഷൻ ഡി കണ്ണൂര്. ഏതാണ് കടൽ തീരമില്ലാത്ത ജില്ല? നിങ്ങൾക്കറിയാം അല്ലെ, വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഏതാണ്? പത്തനംതിട്ടയാണ് അല്ലെ. പത്തനംതിട്ടയാണ് കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏത്? 4 ജലപാതകളുടെ പേരുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? ഓപ്ഷൻ എ ദേശീയ ജലപാത 1, ഓപ്ഷൻ ബി ദേശീയ ജലപാത 2, ഓപ്ഷൻ സി ദേശീയ ജലപാത 3, ഓപ്ഷൻ ഡി ദേശീയ ജലപാത 4. ഏതാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത? ഏതാണ്? ദേശീയ ജലപാത 3. അടുത്ത ക്വസ്റ്റ്യൻ. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന്? ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന്? ഓപ്ഷൻ എ 2023 ഓഗസ്റ്റ് 5, ഓപ്ഷൻ ബി 2023 ഒക്ടോബർ 23, ഓപ്ഷൻ സി 2023 ജൂലൈ 14, ഓപ്ഷൻ ഡി 2023 ഓഗസ്റ്റ് 23. ഏതാണ് ശരി ഉത്തരം? ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ്? 2023 ഓഗസ്റ്റ് 23. അടുത്ത ക്വസ്റ്റ്യൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്?
ഓപ്ഷൻ എ പി വത്സല, ഓപ്ഷൻ ബി എസ് കെ വസന്തൻ, ഓപ്ഷൻ സി സേതു, ഓപ്ഷൻ ഡി പി സച്ചിദാനന്ദൻ. ആരാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി? ആരാണ്? എസ് കെ വസന്തൻ. അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി. ഓപ്ഷൻ എ കെടാവിളക്ക്, ഓപ്ഷൻ ബി താലോലം, ഓപ്ഷൻ സി വിദ്യാവാഹിനി, ഓപ്ഷൻ ഡി വിദ്യാ കിരൺ. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കെടാവിളക്കാണ് അല്ലെ, കെടാവിളക്കാണ് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി കെടാവിളക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം. ഓപ്ഷൻ എ സച്ചിൻ ടെണ്ടുൽക്കർ, ഓപ്ഷൻ ബി രോഹിത് ശർമ്മ, ഓപ്ഷൻ സി വിരാട് കോഹ്ലി, ഓപ്ഷൻ ഡി സുനിൽ ഗവാസ്കർ. ആരാണ്? സുനിൽ ഗവാസ്കർ ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റില് 50 സെഞ്ചുറി നേടിയ ആദ്യ താരം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? 4 ചുമതലകളാണ് താഴെ തന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? 1 വോട്ടർ പട്ടിക തയ്യാറാക്കല്, 2 തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കല്, 3 വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, 4 പെരുമാറ്റച്ചട്ടം രൂപീകരിക്കല്. ഏതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ? ആർക്കൊക്കെ അറിയാം? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 1, 2, 4, ഓപ്ഷൻ സി 3 മാത്രം, ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ്. ഏതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ? കണ്ടുപിടിച്ചോ? ഒന്ന് നോക്കാം നമുക്ക്. ശരി ഉത്തരം ഏതാണ്? എല്ലാം ശരിയാണ് അല്ലെ. എല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കല്, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കല്, വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുക, ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം? നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാമാണ്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, VP മേനോൻ, ഓപ്ഷൻ സി സർദാർ പട്ടേൽ, VP മേനോൻ, ഓപ്ഷൻ ഡി സർദാർ പട്ടേൽ, അംബേദ്കർ. ആരൊക്കെയാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാമാണ്? സർദാർ പട്ടേലും VP മേനോനും. സർദാർ പട്ടേൽ, VP മേനോനും. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഖാരിഫ് വിള? ഓപ്ഷൻ എ ഗോതമ്പ്, ഓപ്ഷൻ ബി നെല്ല്, ഓപ്ഷൻ സി പഴവർഗ്ഗങ്ങള്, ഓപ്ഷൻ ഡി കടുക്. ഏതാണ്? നെല്ലാണ് അല്ലെ. താഴെ തന്നിരിക്കുന്നതിൽ ഖാരിഫ് വിള ഏതാണ്? നെല്ല്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഉൽപ്പാദിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏത്? ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏതാണ്? ഓപ്ഷൻ എ ലിബറിക്ക, ഓപ്ഷൻ ബി റോബസ്റ്റ, ഓപ്ഷൻ സി അറബിക്ക, ഓപ്ഷൻ ഡി എക്സൽസ. ഏതാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു? ആർക്കൊക്കെ അറിയാം? കണ്ടുപിടിച്ചേ. അറബിക്കയാണ് അല്ലെ. അറബിക്കയാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു. അടുത്ത ക്വസ്റ്റ്യൻ. ISRO സ്ഥാപിതമായ വർഷം എന്നാണ്? ISRO സ്ഥാപിതമായത്. ISRO സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ എ 1969, ഓപ്ഷൻ ബി 1962, ഓപ്ഷൻ സി 1975, ഓപ്ഷൻ ഡി 1965. ഏതാണ്? 1969ലാണ് ISRO സ്ഥാപിതമായ വർഷം. അടുത്ത ക്വസ്റ്റ്യൻ. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം? യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം? ഓപ്ഷൻ എ ഗ്വാളിയർ, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി തൃശൂർ, ഓപ്ഷൻ ഡി കൊൽക്കത്ത. ഏതാണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം? കോഴിക്കോട്. കോഴിക്കോടാണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം. അടുത്ത ക്വസ്റ്റ്യൻ. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം? 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ എ ബീഹാർ, ഓപ്ഷൻ ബി ആസാം, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഏതാണ് 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം? ബീഹാർ ആണ് അല്ലെ. ബീഹാർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.